ഹായ് ഫ്രണ്ട്സ്, ESB വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പഫ് സ്ലീവാണ്. അതായത് സ്ട്രെയിറ്റ് പഫ് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നും നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് നോക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ സ്ലീവിലത്തേക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബോഡി പാർട്ട് ഞാൻ മുന്നേ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ 2 സ്ലീവിലത്തേക്കുള്ളതാണ് എടുത്തിട്ടുള്ളത്. അത് 4ആയിട്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലോത്തിൻ്റെ ലെങ്തും വിഡ്ത്തും അനുസരിച്ച്, സ്ലീവിൻ്റെ ലെങ്തും വിഡ്ത്തും അനുസരിച്ചുള്ളത് ഇതുപോലൊന്ന് എടുക്കുക. എനിക്കിവിടെ സ്ലീവ് ലെങ്ത് 13 ഇഞ്ചാണ് ആവശ്യം. സ്റ്റിച്ച് ചെയ്ത് തീരുമ്പോൾ 13 ഇഞ്ചാണ് ആവശ്യം. അതിനോടൊപ്പം ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അത് താഴ്ഭാഗം സ്ലീവിൻ്റെ ഓപ്പൺ സൈഡിലത്തേക്ക് 1/2 ഇഞ്ചും ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിൻ്റെ അവിടത്തേക്ക് 1/2 ഇഞ്ചുമായിട്ട് ടോട്ടൽ 14 ഇഞ്ച് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലെങ്തിനോടൊപ്പം 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ എത്രയാണോ ലെങ്ത് വരുന്നത് അതിനോടൊപ്പം 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ ചെയ്യണം. എന്നാലേ പഫ് നന്നായിട്ട് വരത്തുള്ളൂ. ഇത് വളരെ ഈസി ആയിട്ടുള്ളത്, എല്ലാ ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റുന്ന തരത്തിലുമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എവിടെയാണോ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട് ഞാനിവിടെ ഇതുപോലെ കാണാമല്ലോ, വീഡിയോ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗം അവിടെ നിന്ന് ഞാൻ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എനിക്കിപ്പം ഒരു നോർമൽ അളവിനുള്ള ഒരു പഫിൻ്റെ വണ്ണം അതനുസരിച്ചുള്ളത് മതി. അതാണ് ഞാൻ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ നിന്ന് ഞാനൊരു ബോക്സായിട്ട് മുകളിലോട്ട് വീണ്ടും ഒരു 2 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. പഫിൻ്റെ ഉയരമാണ് അത് ലെങ്തായിട്ട്, അങ്ങനെ ലെങ്തെന്ന് ഞാൻ പറഞ്ഞത്. അതൊരു ബോക്സ് കണക്ക് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മുകളിലോട്ടുള്ള ഭാഗം നിങ്ങൾ കൈവച്ചതുപോലൊന്ന് മറയ്ക്കുക. മറച്ചതിന് ശേഷം ഈ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ഈ ഭാഗത്തുനിന്ന് നിങ്ങൾ സാധാ സ്ലീവ് എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത്, നോർമൽ സ്ലീവ് എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് അതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേ കണ്ടല്ലോ, ഇതുപോലൊന്ന് നന്നായിട്ട് കർവ് ചെയ്ത് ആം ഹോളിൻ്റെ ആ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് സാധാ സ്ലീവ് എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് അതുപോലൊന്ന് നിങ്ങൾ ഏതളവിലാണോ മാർക്ക് ചെയ്യുന്നത് അതേ അളവിൽ തന്നെ, അതേ മെത്തേഡിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, നിങ്ങളിപ്പോൾ 3-3.5 ഇഞ്ചോളം മാർക്ക് ചെയ്യുന്നതെങ്കിൽ ആ അളവ് വിട്ടതിന് ശേഷം, മാറ്റിയതിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾക്ക് ആം ഹോൾ എത്രയാണോ ആവശ്യം അതിൻ്റെ പകുതി അവിടെ ഉണ്ടോയെന്ന് നോക്കുക. എനിക്കിപ്പോൾ ആം ഹോൾ 14 ഇഞ്ചാണ് ആവശ്യം. എനിക്കിവിടെ 7 ഇഞ്ച് കറക്റ്റാണ് ഉണ്ട്. അതിന് ശേഷം നമുക്ക് തയ്യൽ തുമ്പ് അതും കൂടെ ഒന്ന് എക്സ്ട്രാ ഉണ്ടോ എന്ന് നോക്കുക. ശേഷം ഇനി താഴ്ഭാഗം ആം ഹോളിൻ്റെ ഇതുപോലെ കൈയുടെ ആം ഹോളല്ല, ഓപ്പൺ വരുന്ന കൈയുടെ ആ ഭാഗം എനിക്ക് 10 ഇഞ്ചാണ് ആവശ്യം. ഞാൻ അതിൻ്റെ പകുതി 5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തയ്യൽ തുമ്പും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. തയ്യൽ തുമ്പ് കുറച്ച് കൂടുതലായിട്ടിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തീരുമ്പോൾ അതിനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അല്ലാതെ തുണി തികയാതെ വരരുത്. ഇനി നമ്മൾ ഏറ്റവും മുകൾ ഭാഗം ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് താഴോട്ട് ഇതുപോലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അത് നോക്കിയിട്ട് ഇതുപോലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി ബിഗിനേഴ്സിനായിട്ടും അല്ല, പഫ് സ്ലീവ് എത്ര തയ്ച്ചിട്ടും ശരിയാകാത്തവർക്ക് വേണ്ടിയിട്ടും ഇതിലൊരു കാൽക്കുലേഷൻ ഉണ്ട്. അതുകൂടെ ഒന്ന് നോക്കുക. നമ്മളിപ്പോൾ ഇവിടെ താഴ്ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ത്രികോണം പോലെ ഒരെണ്ണം വരുന്നുണ്ട്. അവിടെ നമുക്ക് 1 ഇഞ്ചും ഉണ്ടോ എന്ന് നോക്കുക. കണ്ടല്ലോ, ആ ബോക്സായിട്ട് വരുന്ന ഭാഗത്ത് കറക്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത്, നമ്മൾ ആം ഹോളൊക്കെ മാർക്ക് ചെയ്യില്ലേ ഒരു സ്ക്വയർ വരച്ചിട്ട്, അവിടെ ഒരു ഇഞ്ച് ഉണ്ടോ നോക്കുക. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് 3/4 ഇഞ്ച് ഉണ്ടോ നോക്കുക. 0.7 അത് വരുന്നോ നോക്കുക. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ട ഭാഗത്താണ് വരേണ്ടത്. ഈ താഴത്തെ 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് അകത്താണ് വരേണ്ടത്, സ്ലീവിലാണ് വരേണ്ടത്. മറ്റത് നമ്മൾ വേസ്റ്റ് തുണിയിലാണ്. 3/4 ഇഞ്ച് പോകേണ്ടത് വേസ്റ്റ് തുണിയിലും, മറ്റേ 1 ഇഞ്ച് വരേണ്ടത് നമുക്ക് സ്ലീവിലുമാണ് വരേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് ഇതുപോലൊന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. അപ്പോൾ ഈ ഒരു അളവ് വരെയാണെങ്കിൽ നമുക്ക് സ്ലീവ് പഫ് നന്നായിട്ട് വരെയും ചെയ്യും. നമ്മൾ ഈ ഫിറ്റ് അടിക്കൂലേ, സ്ലീവിൻ്റെ ആ കറക്റ്റ് വണ്ണം അടിച്ചെടുക്കുമ്പോൾ അത് സ്ലീവ് നന്നായിട്ട് ഫിറ്റായി ഇരിക്കുകയും ചെയ്യും. ഒരു ലൂസോ ചുളിവോ ഒന്നും വരത്തുമില്ല. അപ്പോൾ ഈ മാർക്ക് അനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മുകളിലത്തെ ഭാഗം കട്ട് ചെയ്യുമ്പോഴും കൂടെ ശ്രദ്ധിക്കുക.
ആ കറക്റ്റ് മാർക്ക് അനുസരിച്ച് തന്നെ വരണം. താഴത്തെ ഭാഗം നമ്മൾ താഴത്തെ 1 ഇഞ്ച് മാർക്ക് ചെയ്തത് സ്ലീവിലും ഇത് ഇപ്പോൾ കറക്റ്റാണ് കാണുന്നുണ്ട്. മുകളിലത്തെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തത് വേസ്റ്റിലുമാണ് പോവേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയി, ഞാൻ ലൈനിങ് ക്ലോത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഇതിനെ ഇനി നമുക്ക് അതായത് സ്ലീവിൻ്റെ നല്ല ക്ലോത്തിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ തന്നെ 2 ഇഞ്ച് നിങ്ങൾ എവിടെയാണോ മാർക്ക് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകൾ ഭാഗത്തെ 2.5 ഇഞ്ചോ 3 ഇഞ്ചോ അത് മാർക്ക് ചെയ്തത് എവിടെയാണോ അവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റായിട്ട് വന്നിട്ടില്ല. അത് കണ്ടല്ലോ, സ്ലീവ് നമുക്ക് നിവർത്തിയിട്ടപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടല്ലോ ഈ കട്ട് ചെയ്ത് മാറ്റിയത്. ഈ ആദ്യത്തെ കട്ടിൽ നിന്നും മറു സൈഡ് കട്ട് വരെയാണ് ചുരുക്ക് വരേണ്ടത്. അതിപ്പോൾ നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായി മനസ്സിലാവും. ഇനി നമുക്ക് നല്ല ക്ലോത്തിലേക്ക് ഈ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല ക്ലോത്ത് ഞാൻ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ബാലൻസ് ക്ലോത്ത് ഉണ്ട്. അത് ഞാനിതിപ്പോൾ മോം ആൻഡ് ഡാറ്റർ മോഡലാണ് ചെയ്യുന്നത്. അത് ബാക്കി കുട്ടിക്കുള്ള ക്ലോത്താണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്ലീവിലത്തേക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് മാത്രം കട്ട് ചെയ്തെടുക്കാം. നല്ല ക്ലോത്തിൻ്റെ എല്ലാ ഭാഗവും 4 പീസും ഒരുപോലെ, അതായത് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ 2 സ്ലീവിലത്തേക്കാണല്ലോ ക്ലോത്ത്. അപ്പോൾ ഇതുപോലെ എല്ലാ പാർട്ടും ഒരുപോലെയാണെന്ന് നോക്കുക. നോക്കിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ. ഇല്ലെങ്കിൽ ലൈനിങ് ഇടുന്നത് കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി പഫ് ഒരു ഭംഗിയില്ലാത്ത രീതിക്ക് ആയിപ്പോകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് നിവർത്തി വെച്ച് എല്ലാ ഭാഗവും ഒരുപോലെ ആക്കിയതിന് ശേഷം മാത്രം ഈ ലൈനിങ് ക്ലോത്തിൻ്റെ അടുത്തൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സാധാരണ ഞാൻ 2 ക്ലോത്തും ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതിക്ക് തന്നെ നിങ്ങളങ്ങ് ചെയ്താൽ മതി. ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. കട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. തയ്ച്ചെടുക്കുന്നത് ഇതേ രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സ്ലീവിലത്തേക്കുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നല്ല ക്ലോത്താണ് ആദ്യം എടുത്തത്. അതിൻ്റെ നല്ല വശം ഇതുപോലൊന്ന് നിവർത്തിയിടുക. നല്ല വശമാണ് നിവർത്തിയിടേണ്ടത്. അതിൻ്റെ പുറത്ത് ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടെ നിവർത്തിയിടുക. നിങ്ങൾക്ക് ലൈനിങ് ഇല്ലാത്തവരാണ് തയ്ക്കുന്നതെങ്കിൽ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് മടക്കിയാൽ മാത്രം മതി. അര ഇഞ്ച് കണക്കിന് ഫോൾഡ് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നല്ല ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ് ക്ലോത്ത് വെച്ചതിന് ശേഷം മുകൾ ഭാഗമെല്ലാം മാർക്ക് ചെയ്തതെല്ലാം ലെവൽ ചെയ്താണോ കറക്റ്റായിട്ടാണോ ഇരിക്കുന്നതിന് നോക്കിയതിന് ശേഷം അര ഇഞ്ച് വ്യത്യാസത്തിൽ, ഞാൻ ആദ്യമേ പറഞ്ഞ് സ്റ്റിച്ച് താഴത്തെ തയ്യൽ തുമ്പ് ഞാൻ അര ഇഞ്ചാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അതനുസരിച്ച് അര ഇഞ്ച് കണക്കിന് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം ഇതിനെ ഇനി പതിച്ചടിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇതുപോലെ സ്ലീവ് കറക്റ്റ് ഇതുപോലൊന്ന് വെച്ചതിന് ശേഷം, സ്ലീവല്ല ക്ലോത്ത് ഇതുപോലൊന്ന് വെച്ചതിന് ശേഷം ലൈനിങ് ക്ലോത്ത് പുറത്തൂടെ ഒന്ന് ഇതുപോലെ ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മാറിപ്പോകേണ്ട, ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് നിവർത്തിയിട്ട് ഇതുപോലെ നല്ല ഭാഗം ഇതുപോലെ വരത്തക്ക രീതിയിൽ, നല്ല ക്ലോത്ത് ഇതുപോലെ വരത്തക്ക രീതിയിൽ, അതും അര ഇഞ്ച് വ്യത്യാസത്തിൽ തന്നെ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്, കാരണം ഞാൻ ഈ സ്ലീവിൻ്റെ എൻഡ് ഭാഗത്ത് ഡിസൈൻ ചെയ്യുന്നുണ്ട്, ബീഡ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് ഇതുപോലൊന്ന് അര ഇഞ്ച് കണക്കിന് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിക്ക് തന്നെയാണ് മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവിനെ 2 സ്ലീവും ഇതുപോലൊന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. ഫോൾഡ് ചെയ്ത് വയ്ക്കുമ്പോൾ സ്ലീവിൻ്റെ ഓപ്പൺ ഭാഗം 2 വശവും ഒരുപോലെ തന്നെ വരണം. ഓപ്പൺ ഭാഗം ഒരുപോലെ തന്നെ വരണം. 2 സ്ലീവിൻ്റെയും 2 വശങ്ങളും ഒരുപോലെ തന്നെ വരണം. ആം ഹോളും മാക്സിമം ഒരുപോലെ വരത്തക്ക രീതിയിൽ നമ്മൾ ലൈനിങ് എന്തെങ്കിലും ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് നിവർത്തി വെച്ച് ഇതുപോലൊന്ന് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ശേഷം നിങ്ങൾക്ക് ടോട്ടൽ ലെങ്ത് എത്രയാണോ ആവശ്യം, എനിക്കിവിടെ 13 ഇഞ്ചായിരുന്നു ആവശ്യം. അതിനോടൊപ്പം ഇനി മുകളിലത്തെ ആം ഹോളിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ അര ഇഞ്ചും കൂടെ, ടോട്ടൽ 13 ഇഞ്ചിൻ്റെ കൂടെ ഞാൻ 13.5 ഇഞ്ച്, അര ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്.
അതിൻ്റെ മുകളിൽ നമ്മൾ 2 ഇഞ്ചാണ് നേരത്തെ ഞാൻ മാർക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ആ 2 ഇഞ്ച് ഞാൻ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ബാക്കി വരുന്ന ഭാഗമെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിൻ്റെ ബാക്കി നിങ്ങൾക്ക് ഞാനിപ്പോൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് എനിക്ക് 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഉണ്ട്. അത് നല്ല ക്ലോത്താണ് വരുന്നത്. ലൈനിങ് ക്ലോത്താണ് ഞാൻ കറക്റ്റ് മാർക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ കൂടുതൽ വരുന്ന എത്രയാണോ വരുന്നത് വരാതിരിക്കത്തില്ല, ആർക്കും വരും. വരാതിരുന്നാലും അത് വിഷയമല്ല. വന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ബാക്കി വരുന്ന ക്ലോത്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എനിക്കിവിടെ ഒരു 1/2 ഇഞ്ചോളം ബാക്കി എക്സ്ട്രാ വരുന്നുണ്ട്. ഞാൻ അതിനെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാ നോർമൽ സ്ലീവിന് സെൻറ്റർ മാർക്ക് ചെയ്യില്ലേ, അതുപോലൊന്ന് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലൊന്ന് സ്ലീവിനെ ഒന്ന് നിവർത്തിയിടുന്നുണ്ട്. അതായത് നല്ല വശവും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് തന്നെ നിവർത്തിയിടുക. ലൈനിങ് ക്ലോത്തിൽ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം 2 ഇഞ്ച് ഡിസ്റ്റൻസിൽ അതൊന്നുണ്ട്. അതിനെയും ഒന്ന് ഇതുപോലൊന്ന് ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 ഇഞ്ച് എവിടെയാണോ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് കണ്ടല്ലോ, 2 ഇഞ്ച് എവിടെയാണോ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് 2 ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് താഴേക്ക് വീണ്ടും 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് സാധാ നോർമലി സ്ലീവിന് ഞാൻ ചെയ്യുന്ന പോലെയാണ്. ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്ന മെത്തേഡാണിത്. ഫ്രണ്ട് ഭാഗം ആം ഹോളിൻ്റെ ഭാഗം കുറച്ച് കയറിയല്ലേ വരുള്ളൂ, അതൊന്ന് കട്ട് ചെയ്യുന്നതാണ്. എനിക്കിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ലൈനിങ് എല്ലാം മാറ്റിയിട്ടും കുറച്ചുകൂടെ കട്ട് ചെയ്ത് നല്ല ക്ലോത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ലെങ്തിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും തുണി ഇതുപോലെ ബാലൻസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ലൈനിങ് ക്ലോത്തിനെക്കാട്ടിലും കൂടുതൽ നല്ല ക്ലോത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം. ലെങ്തിൽ നിന്ന് ഞാൻ ഇപ്പോഴും കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. സൈഡ് ഭാഗം മാത്രം, ആം ഹോൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഭാഗം മാത്രമേ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അതുകൂടെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ആം ഹോൾ ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ 2 ഇഞ്ച് പോയിട്ട് താഴ്ഭാഗത്ത് വീണ്ടും 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് 3 ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് 1/2 ഇഞ്ച് വീണ്ടും ഒന്ന് ഉള്ളിലേക്കൊന്ന് കുഴിച്ച് കർവായിട്ട് കൊടുത്തതിന് ശേഷം ആ കർവ് ഭാഗം മാത്രം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ സാധാ സ്ലീവ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, അതായത് മുകൾ സെൻറ്റർ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് 2 ഭാഗത്തേക്കും ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ നിന്ന് ഒരു വശത്തേക്കും വീണ്ടും അടുത്ത് സെൻറ്ററിൽ നിന്ന് മറുവശത്തേക്കും ഇതുപോലൊന്ന് ലൈനിങ്ങും നല്ല ക്ലോത്തുമായിട്ട് ജോയിൻറ്റ് ചെയ്ത് തന്നെ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ക്ലോത്തിന് ഇതുപോലൊന്ന് ഇതുപോലൊന്ന് തിരിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതേ രീതിക്ക് തന്നെ മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ പുറത്ത്, അതായത് നല്ല ക്ലോത്തിൽ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം കുഞ്ഞ് പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കാം. പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് താഴെ നിന്ന് തന്നെ പ്ലീറ്റ് തുടങ്ങണം. ആ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് പ്ലീറ്റ് തുടങ്ങല്, തൊട്ട് താഴെ നിന്ന് പ്ലീറ്റ് തുടങ്ങണം. കുഞ്ഞ് എത്രത്തോളം നിങ്ങൾക്ക് കുഞ്ഞ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും അത്രത്തോളം മാക്സിമം കുഞ്ഞ് പ്ലീറ്റ് തന്നെ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുക. തല തിരിച്ചിട്ട് കൊടുക്കല്, നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് അതേ സൈഡിൽ തന്നെ ഇതുപോലൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഏത് വശത്തേക്കാണോ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് അതേ വശത്തേക്ക് തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ നിർത്തുമ്പോഴും നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് താഴെ ഒരു 1/2 ഇഞ്ച് കണക്കിന് കുറച്ച് താഴെ കൊണ്ട് തന്നെ നിർത്തുക. ഇതിപ്പോൾ പഫിൻ്റെ കാര്യം കഴിഞ്ഞിട്ടുണ്ട്, പഫായിട്ടുണ്ട്. ഇനി ഇത് ബോഡി പാർട്ടിലേക്ക് എങ്ങനെയാണോ സ്ലീവ് ജോയിൻറ്റ് ചെയ്യുന്നതെന്നൂടെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കത് ജോയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ മറ്റ് സ്ലീവും കൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് മുന്നേ തന്നെ ഇതിൻ്റെ നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ സെൻറ്റർ നേരത്തെ ആൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഈ പ്ലീറ്റിൻ്റെ അകത്തോട്ടായി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ സംഭവിക്കുക. അത് നോക്കിയിട്ട് ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്യുമ്പോൾ 2 വശത്തും പ്ലീറ്റുകൾ ഒരുപോലെയാണോ നോക്കുക. നോക്കിയതിന് ശേഷം മാത്രം സെൻറ്റർ മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ആം ഹോളെല്ലാം ഒന്നുകൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതും കറക്റ്റ് തന്നെ, ആം ഹോൾ കുഴിവെല്ലാം കറക്റ്റാണ് വന്നിട്ടുണ്ട്.
ഇതുപോലെ ഞാനിപ്പോൾ 2 സ്ലീവും പ്ലീറ്റെല്ലാം ഇട്ട് പഫ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി സ്ലീവിലേക്ക്, അതായത് ബോഡിയിലേക്ക് സ്ലീവ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിപ്പം ബോഡി പാർട്ട് ഞാനിപ്പം ആൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബോഡി പാർട്ടിൽ ഞാൻ ഫ്രണ്ട് വശം ആം ഹോള് 1/2 ഇഞ്ച് നേരത്തെ കുഴിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തതുപോലെ തന്നെ ബോഡിയിലും കട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ ഉണ്ടല്ലോ, കുഴിഞ്ഞിരിക്കുന്ന ഈ ഭാഗവും ഫ്രണ്ട് ഭാഗവും തമ്മിൽ തന്നെ ജോയിൻ്റ് ചെയ്യണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ബോഡി പാർട്ടിൽ ഒരു ചുളിവ് വരാൻ ചാൻസ് ഉണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുഴിച്ച് മാർക്ക് ചെയ്തത് തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് വരത്തക്ക രീതിയിൽ ഫ്രണ്ട് വശവും തമ്മിലും നല്ല വശവും തമ്മിൽ ജോയിൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവിൽ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെൻറ്റർ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വരില്ലേ, അവിടെ നിന്ന് ഇതുപോലെ അവിടെ വെച്ചതിന് ശേഷം ഇതുപോലെ 1/2 ഇഞ്ച് ഡിസ്റ്റൻസിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സ്ലീവ് വലിച്ച് പിടിക്കരുത്. വലിച്ച് പിടിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ നമ്മൾ തയ്ച്ച് തീരുമ്പോൾ ഒരു ഭംഗി കുറവും ചുളിവുകളെല്ലാം ആവശ്യമില്ലാത്ത ഭാഗത്തെല്ലാം ചുളിവുകളും വരും. നമ്മൾ ക്ലോത്ത് ഒന്നതുപോലെ തിരിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതേ രീതിക്ക് തന്നെയാണ് മറ്റേ സൈഡും ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ റിപ്പീറ്റ് പറയുകയാണ്, ബ്ലൗസ് പീസും സ്ലീവ് ക്ലോത്തും തമ്മിൽ വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സ്ലീവിൻ്റെ ആ രീതിക്ക് തന്നെ ഒന്ന് നമ്മൾ ഇങ്ങനെ സ്ലീവിനൊന്ന് ഇതുപോലെ ലൂസാക്കി വിട്ടതിന് ശേഷം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതേ രീതിക്ക് തന്നെയാണ് മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ എടുക്കുക. ഞാനിവിടെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു പഫായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല രീതിക്കുള്ള വീതിയും ഉയരവും എല്ലാം നല്ല രീതിക്ക് പഫിനുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നിന്നും കൂടുതൽ വേണമെങ്കിൽ ഞാൻ നേരത്തെ കട്ടിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് 2 ഇഞ്ച് എടുത്തെടുത്ത് നിങ്ങൾ 2.5 ഇഞ്ചോ 3 ഇഞ്ചോ എടുക്കുക. ഞാൻ 2.5 ഇഞ്ച് എടുത്ത സ്ഥലത്ത് നിങ്ങൾക്ക് 3 3.5 ഇഞ്ചോ എടുക്കാം. അതനുസരിച്ച് ചെയ്യുക. ഇനി നിങ്ങൾ നോർമൽ സ്ലീവ് എങ്ങനെയാണോ, സാധാ സ്ലീവ് എങ്ങനെയാണോ വിഡ്ത്ത് മാർക്ക് ചെയ്ത് ആം ഹോളും മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന അതേ രീതിക്ക് തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഈ സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തും നെക്കിലുമൊക്കെ ബീഡ്സ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്താലും എനിക്കത് പിന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് അഴിച്ച് മാറ്റേണ്ടതായിട്ട് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ലീവ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാതിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.